ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പിന്നെ വർക്കല ബീച്ചിലേക്കാണ്. അപ്പോൾ നമ്മളിതിപ്പോൾ ഇവിടെ വർക്കല ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫാമിലിയിൽ 5 ആളും, ഞാനും ചക്കരയും ഉമ്മയും പാപ്പയും അനുജനും, അങ്ങനെ ഞങ്ങൾ 5 ആളും കാറിൽ ഇതിവിടെ വർക്കല ബീച്ച് ക്ലിഫിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈവനിങ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാനും കുറച്ച് കാഴ്ചകൾ കാണാനൊക്കെ ഇറങ്ങിയതാണ്. അപ്പോൾ ഏതായാലും ഇവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങോട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഗെയ്സ്, അങ്ങനെ നമ്മളിതാ വർക്കല ക്ലിഫിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചക്കര മുന്നേ പോകുന്നുണ്ട്, ഉമ്മ ഉണ്ട്, വാപ്പ ഉണ്ട്, അനുജനൊക്കെ ഇതാ മുന്നേ പോകുന്നുണ്ട്. അപ്പോൾ നല്ല തിരക്കുണ്ടെന്ന്, നല്ല തിരക്കുള്ളൊരു ദിവസമാണ്. വണ്ടികളൊക്കെ കണ്ടമാനം വണ്ടികളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അതിൽ കൂടെ ഒക്കെ ഫുള്ള് വണ്ടികൾ കിടക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ഹെലിപ്പാഡാണ്. ശരിക്കും പകലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട്. ഇത് ശരിക്കും ഒരു ഹെലിപ്പാഡാണ്. പിന്നെ താഴെ ആ ഒരു ഭാഗത്തായിട്ടാണ് പിന്നെ കടൽ വരുന്നത്, ബീച്ച് വരുന്നത് എത്രയോ അടി താഴ്ചയിലാണ്. നമ്മൾ വന്ന് നിൽക്കുന്നത് നല്ല ഹൈറ്റിലായിട്ട് ഹെലിപ്പാഡിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഒരുപാട് കടകൾ കാണാം, അവിടെയൊക്കെ ഒരുപാട് കടകൾ കാണാം. എനിക്ക് അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ അവിടെ കടൽ, ഇവിടെ ഒരുപാട് കടകളുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് ഒരുപാട് കടകളുള്ള സ്ഥലമാണ്. അങ്ങനെ ചക്കര ഇവിടെ കപ്പലിൻ്റെയൊക്കെ തിന്നുകൊണ്ട് വരികയാണ്. അപ്പോൾ കപ്പലിൻ്റെയൊക്കെ തിന്ന് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വരികയാണ്. ഒരുപാട് ഫോറിനേഴ്സ് വരുന്നൊരു സ്ഥലമാണ് നമ്മുടെ ഈ വർക്കല ബീച്ച്, ഒരു ക്ലിഫ് എന്ന് പറയുന്നത്. ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ടാവും ഇവിടെ. ഗേസ് ഇവിടെ കണ്ടില്ലേ, ഫ്രഷ് മീനുകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഫ്രഷ് മീൻ ഇങ്ങനെ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്തോ DJ പാർട്ടി എന്തൊക്കെ നടക്കുന്നുണ്ട്, മുകളിലെ ഡിന്നർ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഇവിടെ ചക്കര അമ്മ അനുജനൊക്കെ ഇവിടെ വേഗത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വരികയാണ്. അപ്പോൾ ആ ഒരു തലയ്ക്കൽ വരെ, അതായത് നമ്മുടെ ഈ ഒരു അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു അറ്റം വരെ ഞാൻ കാണിച്ചു തരാം. ഏതാണ്ട് അങ്ങ് ആ ഒരു റെഡ് ലൈറ്റ് കാണുന്നില്ല, അവിടെ വരെയൊക്കെ ആയിട്ട് പിന്നെ നടക്കാനുണ്ട്. അപ്പോൾ നല്ല രസമാണ്. ഉമ്മ ഇവിടെ വന്നിട്ടുണ്ടല്ലേ ഇതിന് മുന്നേ? ചക്കര എങ്ങനെയാണ് നമ്മുടെ ക്ലിഫ്? ചക്കര ഇവിടെ കപ്പലിൻ്റെ കിട്ടിയ സന്തോഷത്തിലാണ്. ചക്കര ക്ലിഫ് ബീച്ച് എങ്ങനെയുണ്ടടി? നോക്കട്ടെ, കണ്ടു തുടങ്ങിയതേ ഉള്ളൂ. അവൻ പിന്നെ സ്ഥിരം വരുന്നതാണ്. പിന്നെ ഫുള്ള് ഇവിടെ തന്നെയാണ് കേസ്. അപ്പം നമുക്ക് ഇനിയും മുന്നോട്ടൊക്കെ പോയി നോക്കാം എന്തൊക്കെ കാഴ്ചകളാണെന്ന്. അങ്ങനെ കേസ് ഇതൊരു ടിബറ്റൻ ഷോപ്പാണ് കണ്ടിട്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ടിബറ്റ്സിൻ്റെ ഒക്കെ ഒരുപാട് ഓർണമെൻറ്റ്സ് ഷോളൊക്കെ ഉള്ളൊരു കടയാണ്. അപ്പോൾ ഉമ്മാക്ക് ഇവിടുത്തെ വില എങ്ങനെയാണെന്നൊന്ന് അറിയണം. ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് പറയും നോക്കാം. ബ്രദർ, ഹൗ മച്ച് ദിസ്? സോറി, 1200 ഗൈസ്. 1200 രൂപയാണ് ഈ ഒരു ഷോളിൻ്റെ വില കേട്ടോ. ഞെട്ടി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം പറഞ്ഞില്ല ഇവിടെ കയറും മുന്നേ തന്നെ. അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടില്ലേ, ലൈവായിട്ടാണ് ഞാൻ നിങ്ങളോട് കാണിച്ചത്. ഇവിടെ എല്ലാ സാധനത്തിനും വിലയാണ്. കാരണം ഫോറിനേഴ്സ് അവരെങ്ങനെ ഒരുപാട് വില പേശാനോ അല്ലെങ്കിൽ ബാർഗൻ ചെയ്യാനോ നിൽക്കലില്ല. അവർ ചോദിക്കുന്ന പൈസ എടുത്ത് കൊടുക്കും. ഡോളറായിട്ടോ യൂറോ ആയിട്ടോ ഒക്കെ അവരുടെ അടുത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു ഷോളിൻ്റെ വില പുറത്ത് പോയാൽ എത്ര അമ്മ ഇതിന്? 100 രൂപ കിട്ടില്ലേ? നല്ലൊരു 300 രൂപ കിട്ടുന്നാലും. അപ്പോൾ ഈ ഷാളിന് 1200 രൂപയാണ് വില പറഞ്ഞേക്കുന്നത്. ഒരുപാട് കരകൗശല വസ്തുക്കളൊക്കെ ഇവിടെ കാണാം. ഈ ഇവിടെ എങ്ങനെ ഐസ്ക്രീം അങ്ങനെ ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ചക്കര ഏത് ഫ്ലേവർ വേണം?
ഇപ്പൊ 200 ആഴ്ച ആ കേസ് ഇവിടെ കാര്യമായിട്ട് ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത്രയും നീളമുള്ളൊരു സാധനം കാണില്ലേ? ഇതേതാട്ടോ സാധനം? എന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്, അറിയില്ല എനിക്ക്. ഏതോ ഒരു കടലിലെ മീൻ തന്നെയാണ്. എന്തോ ഒരു പേര് പറഞ്ഞു. എന്നാലും മുന്നോട്ട് പോയി നോക്കാം. അങ്ങനെ നമ്മൾ മുകളിൽ ക്ലിഫിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇതേ അവിടെയാണ് നമ്മുടെ ബീച്ച് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നല്ല സ്റ്റെപ്പുകളുണ്ട്. ഇതാ തൊട്ട് മേളിലാണ് നമ്മൾ ആ നടന്നു പോയ സ്ഥലം. അവിടെ നിന്ന് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇറങ്ങി ഞാനും ചക്കരയും കൂടി ഇതേ പിന്നെ ബീച്ചിലേക്ക് നടക്കുകയാണ്. അപ്പോൾ രാത്രിയോടെ ഒരുപാട് ആൾക്കാരുണ്ട്, കണ്ടമാനം ആൾക്കാരുണ്ട് അവിടെ. ഉമ്മയും അപ്പം എന്നെ നേരെ അവർ ആ ഹെലിപ്പാഡിൻ്റെ ആ ഒരു സ്ഥലത്തോട്ട് പോയി നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് തന്നെ ഇറങ്ങി വരാനും പിന്നെ സ്റ്റെപ്പ് കയറാനൊന്നും വയ്യാറിഞ്ഞു. ഉമ്മക്കിപ്പോൾ കാലും കയ്യൊന്നും വയ്യാത്തല്ലേ. അപ്പോൾ ഉമ്മ വരുന്നില്ല അറിഞ്ഞു. നമ്മൾ പോയിട്ടൊന്നുകൂടി ഇറങ്ങി. അങ്ങനെ ഞാനും പിന്നെ ചക്കരയും കൂടി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ബീച്ചിലോട്ട് പോയി അവിടെ നോക്കട്ടെ എത്രത്തോളം ലൈറ്റ് കിട്ടും, ഫ്ലാഷ് എത്രത്തോളം വർക്കാവും എന്നൊക്കെ നോക്കട്ടെ. അവിടുത്തെ വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചക്കരേ, വാട്ട് അബൌട്ട് വർക്കല ക്ലിഫ്? ഗുലാം, അടിപൊളി. അപ്പോൾ ചക്കര ആദ്യമായിട്ടാണ് വർക്കല ക്ലിഫിലേക്ക് വരുന്നത്, വർക്കല കാണുന്നത്. ഫോട്ടോത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ? ആ അല്ല, അപ്പോൾ ഇതിന് മുന്നേ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ലല്ലോ. ആ പക്ഷേ ഞാൻ നിന്നെ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ പാലക്കാട് വന്നിട്ടുണ്ടല്ലോ. ഞാനപ്പോൾ നെല്ലിയാമ്പതി അട്ടപ്പാടിയൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നിന്നെ കല്യാണം കഴിക്കുന്ന മുന്നേ വന്നിട്ടില്ലേ? ആണോ? അല്ല, നീ പറഞ്ഞില്ലേ പിന്നെ കല്യാണം കഴിക്കും മുന്നേ പിന്നെ ഞാൻ എങ്ങനെയാണ് കാണുന്നത് എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. യു അണ്ടർസ്റ്റാൻഡ്? അത് ശരി. നോക്കി ഇറങ്ങിക്കോ. നല്ല സ്റ്റെപ്പ്, നല്ല താഴ്ചയുള്ള സ്റ്റെപ്പാണ്. അങ്ങനെ നമ്മളിത് ഈ വർക്കിലേക്ക് കണ്ട് അവിടെ നിന്ന് അങ്ങറ്റം വരെ നടന്ന് അവിടെ നിന്ന് തിരിച്ചും നടന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറച്ച് കടല് കാണാൻ വേണ്ടി ഭയങ്കര രസം. താഴെ പോയി, താഴെ ചെന്നപ്പോൾ ഉണ്ട് അവിടെ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുന്ന സ്ഥലത്ത് നന്നായിട്ട് വെള്ളം കെട്ടി കിടക്കുന്നത്. അപ്പോൾ ഇവിടെ പോകണമെങ്കിൽ നമ്മൾ വേറൊരു വഴി കറങ്ങി പോകണം. അപ്പോൾ ഇൻഷാല്ലാ അതൊക്കെ നമുക്ക് പകൽ ദിവസം വരാം. അപ്പോൾ വന്നിട്ട് നല്ലപോലെ കണ്ടു. ഇന്നിപ്പോൾ രാത്രി ഇറങ്ങിയതേ ഇവിടെ രാത്രിയിലത്തെ ഇപ്പോൾ ഈ വൈബ് കണ്ടില്ലേ? ഇത് ഭയങ്കര രസമുണ്ട്. രാത്രി ഇവിടെ ലൈറ്റും ആളുകളൊക്കെ ആയിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് രാത്രി ഇറങ്ങിയത്. അപ്പോൾ ഇത് കാണാനാണ് ഇന്ന് നിന്നെ കൊണ്ട് വന്നത്. ഇനിയിപ്പം ഇൻഷാല്ലാ നമുക്കൊരു ദിവസം പകൽ വരാം. അപ്പോൾ കടലിൽ അങ്ങോട്ടൊക്കെ പോയി ഒന്ന് ചുറ്റിക്കറങ്ങാം. ഓക്കെ, എങ്ങനെയുണ്ട്? അടിപൊളി. അങ്ങനെ ഇവിടെ നമ്മൾ കടൽക്കാറ്റൊക്കെ കൊണ്ടുവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വർക്കലക്കാരൊക്കെ ഒരുപാട് നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഏതായാലും വർക്കലക്കാരോ കാപ്പിലോ ഇടവൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു. നമ്മളിവിടെ ഇരുന്നപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിച്ച്, ഇവിടെ പിന്നെ വാപ്പായും ഉമ്മയും രണ്ടാളും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ രണ്ടാളും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പുറത്തേക്ക് കണ്ടില്ലേ കപ്പിൾസ് ഇങ്ങനെ ഈ ഒരു ബെഞ്ച് പോലത്തെ ഒരു സാധനത്തിൽ ഒരുപാട് അങ്ങോട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബെഞ്ചിൽ ഒരാൾ മാത്രമേ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ആളാണെന്ന് കാണിച്ചു തരാം. ചക്കര ഒന്ന് കാണിച്ചു കൊടുത്താലോ? വാ.
ചോദിക്കും. അല്ല ഇവിടെ അങ്ങോട്ട് ഫുള്ള് കപ്പിൾസ് എല്ലാ ബെഞ്ചിലും ഇവിടെ നോക്കിയപ്പോ ഉണ്ട് ഒരാളിങ്ങനെ അത് തന്നെ കേസ്. അപ്പൊ ഇവിടെ അച്ഛയും നിനക്കും വേണ്ടടാ ഇതുപോലെ നമ്മളെ സിനിമത്തെ ഡയലോഗാണ് ഓർമ്മ വന്നത്. ഇവിടെ ഞാനീ പറഞ്ഞ പോലെ ആലായിരുന്നു ഇവിടെ ഇങ്ങനെ എല്ലാരും ഇരിക്കുന്നു. ഇപ്പം മാത്രം അറിയാൻ കേട്ടോ ഇൻസ്റ്റാഗ്രാം ഇവിടെ തുറന്ന പെണ്ണുങ്ങളേ കണ്ടോ കണ്ടോ. അപ്പൊ മെസ്സേജ് ഉണ്ട് അതിന് പിന്നെ ബോട്ട് എന്നൊരു പേര്. അനിയന് ചിരി കാണാൻ നല്ല രസാണ് ഇപ്പൊ പറഞ്ഞില്ലേ. ഇനിതാ ഈ 5 മിനിറ്റ് മുതൽ ഇനി അല്ലല്ലല്ല ഈ ചിരിയോട് എപ്പോഴും ഇവർ രണ്ടാളും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറാണ്. അപ്പൊ ഇവനക്കൊരു വെങ്ങളെ കിട്ടിയ സന്തോഷവും ഇവൾക്കൊരു അഞ്ജനെ കിട്ടിയ സന്തോഷത്തിലാണ് രണ്ടാളും ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി വീണത്. അങ്ങനെ വർക്കലെ ക്ലിഫൊക്കെ കണ്ടിട്ട് നമ്മളിതേ ഇനി വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതേ ഇവിടെ എല്ലാം ഇവിടെ ഉണ്ട്, ചക്കര ഇവിടെ ഉണ്ട്. അപ്പോൾ പോവാം. അങ്ങനെ കേസ് ഞങ്ങളിതേ ഇവിടെ പിന്നെ ബീച്ചിൻ്റെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. അതൊക്കെ എന്താ ഓർഡർ ചെയ്ത്? ബ്രോസ്റ്റഡ് അല്ലേ ഓർഡർ ചെയ്തത്? ബ്രോസ്റ്റഡ് ഓർഡർ ചെയ്തത്. അപ്പോൾ അതേ വാപ്പായും ഉമ്മയൊക്കെ ഇവിടെ ഉണ്ട്, കാണിച്ചു തരാം. അവിടെ അഞ്ജനുണ്ട്, വാപ്പുണ്ട്, ഉമ്മ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ബ്രോസ്റ്റഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് എന്തായാലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ബ്രോസ്റ്റഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളെല്ലാവരും സാധനത്തിന് ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഇവിടെ വന്നിട്ടുണ്ട്. ബ്രോസ്റ്റഡ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇനി പിന്നെ ബണ്ണ്, കുബൂസ്, സലാഡ് അങ്ങനെ സാധനങ്ങളൊക്കെ വരാണ്ട്. അപ്പോൾ അതേ മുഴുവൻ സാധനങ്ങളിലൂടെ എത്തിയിട്ടുണ്ട്. കേസ് ഞങ്ങൾ ബ്രോസ്റ്റഡൊക്കെ കഴിച്ചിട്ട് അവിടെ തൊട്ട് താഴെ തന്നെ കുലിപ്പ് പിടിക്കാൻ കയറിയേക്കാണ്. വഞ്ചുണ്ട്, ചക്കരയുണ്ട്. പാപ്പത ഇവിടെ കുടിക്കുന്നുണ്ട്. പാപ്പ ഏതാ? മാംഗോയാ? മാംഗോ. ഉമ്മ ഏത്? മാംഗോ. അത് ഗ്രീൻ ആപ്പിളാണേ. ചക്കര ഏതാ? മാംഗോ. അവൻ ഗ്രീൻ ആപ്പിൾ, ഞാൻ ഗ്രീൻ ആപ്പിൾ. അങ്ങനത്തെ ഞങ്ങൾ കുലിപ്പിയെ കുടിച്ച് നേരെ 2-3 ആയില്ലേ. നാളെ തൊണ്ണൂരെടുത്ത് കിടന്നാലേ ഇവിടെ കിടന്നാൽ മതി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ല കേട്ടോ. ഇരുന്നിനൊക്കെ പോകുന്നതാണ്. അപ്പൊ ഇത്രയോടെ നമ്മൾ ഇന്നത്തെ ഒരു കൊച്ച് അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചൊക്കെ സെറ്റ് നേരെ വീട്ടിൽ പോകില്ലേ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷം. മെൽറ്റായി പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ഷെയർ കമൻറ്റൊക്കെ ചെയ്തോളി. പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷം കാണുന്നവരെല്ലാവർക്കും ബൈ.